അങ്ങനെ 2 വട്ടം മാറ്റിയ നമ്മുടെ അംഗനവാടി കലോത്സവം കിളിക്കൊഞ്ചൽ ഇന്നായിരുന്നു ജനുവരി 4-ാം തീയതി. അങ്ങനെ അതിൻ്റെ ബഹളവും തിരക്കുമാണ് ഈ കാണുന്നത്. ഒരു വേദിയിൽ സിംഗിൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാരൻസും ഒരുപാട് പേരുണ്ട് കാണാനായിട്ട്. അങ്ങനെ വേറൊരു വേദിയിൽ ഡ്രോയിങ് നടക്കുന്നുണ്ട്, പാട്ട് നടക്കുന്നുണ്ട്. നമ്മളും കാണികളായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ഐറ്റം വരുന്നതേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മുടെ ഐറ്റം വരുന്നത്. നല്ല ഫുഡായിരുന്നു. ചിക്കനും ചോറും കറിയും ഉപ്പേരിയും പച്ചടിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി റെഡിയാവാൻ പോവുകയാണ്. നമ്മുടെ ടീമാണ്, നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ടീം ഇതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദരമണികളായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനിടയിലാണ് പറഞ്ഞത് ഫാൻസി ഡ്രസ്സ് ഉണ്ട്. അപ്പം കർഷകനുണ്ട്, ഡോക്ടറുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, അങ്ങനെ നിരവധി മേഖലയിലുള്ളവരുണ്ട്. എൻ്റെ മോന് ഡോക്ടറാണ്. ഡോക്ടർക്ക് മീശയില്ല എന്ന് പറഞ്ഞിട്ട് മീശയൊക്കെ വെച്ചതാണ്. പക്ഷേ ഡോക്ടർ സാറിന് ടെതസ്കോപ്പ് വേണ്ട, ഗണ്ണ് മതി എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ടെതസ്കോപ്പ് എൻ്റെ കഴുത്തിലും ഇട്ട് വന്നു. അങ്ങനെ പട്ടാളത്തിനെ കണ്ടിട്ടുള്ള ആ വാശിയാണ് ഗണ്ണ് വേണമെന്നുള്ളത്. അവർ നല്ല സൂപ്പറായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു. ഈ വീഡിയോ തളർന്നിരിക്കും പോയി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ പറഞ്ഞു ഒപ്പനയുണ്ട്. ഒപ്പനേൻ്റെ ഒരു ടീമാണ് ഈ പുറത്ത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പാത്തക്കുട്ടീനെ പോലെ നടന്ന് കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ടീച്ചറാണ് ഇത്. നമ്മുടെ പിള്ളേർ, നമ്മുടെ നല്ല എല്ലാ അംഗനവാടി പിള്ളേരും അടിപൊളിയായിട്ട് അസലായിട്ട് അതിഗംഭീരമായിട്ട് ഡാൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ ഇത്രയും നേരം മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് ഈവനിങ് ടൈം ആയപ്പോഴായിരുന്നു ഡാൻസും ഒപ്പനയൊക്കെ വന്നത്. നല്ല ഭംഗിയിൽ അവർ കളിച്ചു. അതിനുശേഷം ഒപ്പന ഉണ്ടായിരുന്നു. ഒപ്പനയും മണവാട്ടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ നടുവണ്ണൂർ അംഗനവാടിയിൽ നിന്ന് പട്ടാളം ഉണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, നേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ അംഗനവാടി പിള്ളേർക്ക് വേണ്ടിയുള്ള മൊമെൻ്റോ ഒക്കെ ടീച്ചർക്ക് കൈമാറി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ടാറ്റാ ബൈ സീ യു. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.